കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളുടെയും സ്ഥാനാർത്ഥിയുടെ ചിത്രങ്ങൾ ഏകദേശം വ്യക്തമായിരിക്കുകയാണ്. LDFും UDFും അതേപോലെ BJPയും അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് മത്സരരംഗത്ത് സജീവമായിരിക്കുകയാണ്. കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള കാസർഗോഡ് മുതൽ തെക്കേ അറ്റത്തുള്ള തിരുവനന്തപുരം വരെയുള്ള മുഴുവൻ പാർലമെന്റ് മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളെ നമുക്കൊന്ന് പരിചയപ്പെടാം. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിലെ LDFിന്റെ സ്ഥാനാർത്ഥി CPMലെ MV ബാലകൃഷ്ണൻ, UDFിന്റെ സ്ഥാനാർത്ഥി കോൺഗ്രസിലെ രാജ്മോഹൻ ഉണ്ണിത്താൻ, BJPയുടെ സ്ഥാനാർത്ഥി ML അശ്വിനി. LDFിന്റെ സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ CPMന്റെ നിലവിലെ കാസർഗോഡ് ജില്ലാ സെക്രട്ടറിയാണ്. അതേപോലെ CPMന്റെ കാസർഗോഡിന്റെ സൗമ്യ മുഖഭാവമാണ്. UDFിന്റെ സ്ഥാനാർത്ഥി കോൺഗ്രസിലെ രാജ്മോഹൻ ഉണ്ണിത്താൻ നിലവിൽ കാസർഗോഡ് നിന്നുള്ള പാർലമെന്റ് മെമ്പറാണ്, AICC അംഗമാണ്. BJPയുടെ സ്ഥാനാർത്ഥി ML അശ്വിനിയാണ്. കണ്ണൂരിൽ LDFിന്റെ സ്ഥാനാർത്ഥി CPMലെ MV ജയരാജൻ, UDFിലെ സ്ഥാനാർത്ഥി കോൺഗ്രസിലെ K സുധാകരൻ, BJPയുടെ സ്ഥാനാർത്ഥി C രഘുനാഥ്. LDF സ്ഥാനാർത്ഥി MV ജയരാജൻ നിലവിൽ കണ്ണൂർ CPMന്റെ ജില്ലാ സെക്രട്ടറിയാണ്, മുൻ നിയമസഭാ സാമാജികനാണ്. മാത്രമല്ല ദൃശ്യമാധ്യമ രംഗങ്ങളിൽ സ്ഥിരമായി ശ്രദ്ധ നേടുന്ന വ്യക്തിത്വമാണ്. UDFിന്റെ സ്ഥാനാർത്ഥി കോൺഗ്രസിലെ K സുധാകരൻ KPCCയുടെ പ്രസിഡന്റാണ്. നിലവിൽ കണ്ണൂരിൽ നിന്നുള്ള പാർലമെന്റ് മെമ്പറാണ്, മുൻ നിയമസഭാ സാമാജികനാണ്, മുൻ സംസ്ഥാന മന്ത്രിയാണ്. BJPയുടെ സ്ഥാനാർത്ഥി C രഘുനാഥ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ ജില്ലയിലെ നർമ്മടം നിയോജക മണ്ഡലത്തിൽ UDFിന്റെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ മത്സരിച്ച C രഘുനാഥാണ് അവിടെ BJPയുടെ സ്ഥാനാർത്ഥി എന്ന പ്രത്യേകത കൂടിയുണ്ട്. വടകരയിൽ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി CPMലെ KK ശൈലജയാണ്. UDFിന്റെ സ്ഥാനാർത്ഥി കോൺഗ്രസിലെ ഷാബി പറമ്പിൽ, BJPയുടെ സ്ഥാനാർത്ഥി പ്രഫുൽ പട്ടേൽ. LDFിന്റെ സ്ഥാനാർത്ഥി KK ശൈലജ മുൻ ആരോഗ്യവകുപ്പ് മന്ത്രി കൂടിയാണ്. കൊറോണ സമയത്ത് മികവുറ്റ പ്രവർത്തനം കാഴ്ചവെച്ചതാണ് അവരുടെ തിളക്കമെന്ന് പറയുന്നത്. UDFിന്റെ സ്ഥാനാർത്ഥി ഷാബി പറമ്പിൽ നിലവിൽ പാലക്കാട് നിന്നുള്ള MLA ആണ്. അതേപോലെ KSU യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റാണ്, ഒരു യുവ നേതാവ് കൂടിയാണ്. പ്രഫുൽ പട്ടേൽ അവിടുത്തെ BJPയുടെ സ്ഥാനാർത്ഥി പ്രഫുൽ പട്ടേൽ BJPയുടെ യുവജന വിഭാഗം യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയാണ്. വയനാട് LDFിന്റെ സ്ഥാനാർത്ഥി CPIയിലെ ആനി രാജയാണ്. UDFിന്റെ സ്ഥാനാർത്ഥി കോൺഗ്രസിലെ രാഹുൽ ഗാന്ധി. LDFിന്റെ സ്ഥാനാർത്ഥി ആനി രാജ CPIയുടെ കേന്ദ്ര നിർവാഹക സമിതി അംഗമാണ്. അതേപോലെ CPIയുടെ D രാജ എന്ന് പറയുന്ന പ്രമുഖ നേതാവിന്റെ പത്നിയാണ്. വയനാട് കോൺഗ്രസിലെ സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയാണ്. നിലവിൽ വയനാട് നിന്നുള്ള MP ആണ്, AICCയുടെ ഏറ്റവും മുതിർന്ന നേതാവാണ്. കോഴിക്കോട് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി CPMലെ എളമരം കരീമാണ്. UDFിന്റെ സ്ഥാനാർത്ഥി C രാഘവൻ, BJPയുടെ സ്ഥാനാർത്ഥി MV രമേശ്. ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി എളമരം കരീം നിലവിൽ രാജ്യസഭാ മെമ്പറാണ്, ട്രേഡ് യൂണിയൻ നേതാവാണ്, മുൻ വ്യവസായ വകുപ്പ് മന്ത്രിയാണ്. MV രാഘവൻ നിലവിൽ കോഴിക്കോടിന്റെ പാർലമെന്റ് മെമ്പറാണ്. MV രാഘവൻ AICC മെമ്പറാണ്. MD രമേശ് BJPയുടെ സ്ഥാനാർത്ഥി MD രമേശ് BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി എന്നീ സ്ഥാനങ്ങൾ വഹിക്കുന്ന ഒരു വ്യക്തിത്വമാണ് MD രമേശ്. മലപ്പുറത്ത് LDFിന്റെ സ്ഥാനാർത്ഥി CPMലെ V വസീഫാണ്. UDFിന്റെ സ്ഥാനാർത്ഥി മുസ്ലിം ലീഗിലെ AT മുഹമ്മദ് ബഷീർ, BJPയുടെ സ്ഥാനാർത്ഥി ഡോക്ടർ അബ്ദുൽ സലാം. ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഡോക്ടർ വസീഫ് DYFയുടെ CPMന്റെ യുവജന മുഖമാണ്. UDFിന്റെ സ്ഥാനാർത്ഥി AT മുഹമ്മദ് ബഷീർ നിലവിൽ പൊന്നാനിയിൽ നിന്നുള്ള പാർലമെന്റ് മെമ്പറാണ്. ഇത്തവണ അദ്ദേഹം മലപ്പുറത്ത് നിന്ന് മത്സരിക്കുകയാണ്. മുൻ നിയമസഭാ സാമാജികനാണ്, വിദ്യാഭ്യാസ മന്ത്രിയാണ്. ഈ അടുത്ത കാലത്ത് മത്സരിച്ച മുഴുവൻ മത്സരങ്ങളും വിജയിച്ചു എന്ന പ്രത്യേകത കൂടി AT മുഹമ്മദ് ബഷീറിനുണ്ട്. അവിടെ BJPയുടെ സ്ഥാനാർത്ഥി ഡോക്ടർ അബ്ദുൽ സലാം, അദ്ദേഹം യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഇരിക്കുന്ന വ്യക്തിയാണ്. പൊന്നാനിയിൽ LDFിന്റെ സ്ഥാനാർത്ഥി CPMലെ K ഹംസ, UDFിന്റെ സ്ഥാനാർത്ഥി മുസ്ലിം ലീഗിലെ അബ്ദുൽ സമദ് സമദാനി, BJPയുടെ സ്ഥാനാർത്ഥി നിവേദിത സുബ്രഹ്മണ്യൻ. LDFിന്റെ സ്ഥാനാർത്ഥി KS ഹംസ ഈ അടുത്ത കാലത്ത് മുസ്ലിം ലീഗിൽ നിന്ന് രാജിവെച്ച് ഇടതുപക്ഷ പ്രസ്ഥാനത്തിലേക്ക് വന്ന വ്യക്തിത്വമാണ്. UDFിന്റെ സ്ഥാനാർത്ഥി മുസ്ലിം ലീഗിലെ അബ്ദുൽ സമദ് സമദാനി നിലവിൽ പാർലമെന്റ് മെമ്പറാണ്, മലപ്പുറം പാർലമെന്റ് മണ്ഡലത്തിലെ പാർലമെന്റ് മെമ്പറാണ്. ഇത്തവണ അദ്ദേഹം പാർട്ടിയുടെ സീറ്റ് വിഹിതം അനുസരിച്ച് പൊന്നാനിയിലേക്ക് വന്ന് മത്സരിച്ചിരിക്കുകയാണ്. അദ്ദേഹം മുൻ നിയമസഭാ സാമാജികനാണ്, അതേപോലെ നല്ലൊരു പ്രാസംഗികൻ കൂടിയാണ്. അവിടെ BJPയുടെ സ്ഥാനാർത്ഥി നിവേദിത സുബ്രഹ്മണ്യനാണ്. പാലക്കാട് LDFിന്റെ സ്ഥാനാർത്ഥി CPMലെ MV വിജയരാഘവനാണ്. UDFിന്റെ സ്ഥാനാർത്ഥി V ശ്രീകണ്ഠൻ, BJPയുടെ സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ. അവിടെ LDFിന്റെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന M വിജയരാഘവൻ നിലവിൽ CPMന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്, മുൻ പാലക്കാട് പാർലമെന്റ് അംഗമാണ്.
UDFന്റെ സ്ഥാനാർത്ഥി MP ശ്രീകണ്ഠൻ നിലവിൽ പാലക്കാട് നിന്നുള്ള പാർലമെന്റ് മെമ്പറാണ്. മുൻ യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ്. BJP സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. അതേപോലെ പാലക്കാട് മുനിസിപ്പാലിറ്റിയുടെ പഴയ മുൻ വൈസ് ചെയർമാൻ കൂടിയാണ്. ആലത്തൂര് ഒരു പാർലമെന്റ് മണ്ഡലമാണ്. അവിടെ LDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് കെ രാധാകൃഷ്ണൻ, CPMലെ കെ രാധാകൃഷ്ണൻ. UDFന്റെ സ്ഥാനാർത്ഥി കോൺഗ്രസിലെ രമ്യ ഹരിദാസുമാണ് മത്സരിക്കുന്നത്. ഇടതുപക്ഷ സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ നിലവിൽ കേരള നിയമസഭയിലെ ഒരു ദേവസ്വം വകുപ്പ് മന്ത്രിയാണ്. CPMന്റെ തലമുതിർന്ന നേതാവാണ്. രമ്യ ഹരിദാസ് നിലവിൽ ആലത്തൂരിൽ നിന്നുള്ള പാർലമെന്റ് മെമ്പറാണ്. രമ്യ ഹരിദാസ് യൂത്ത് കോൺഗ്രസിന്റെ സജീവ പ്രവർത്തക കൂടിയാണ്. രമ്യ ഹരിദാസ്. തൃശൂര് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ത്രികോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് തൃശൂർ. അവിടെ LDFന്റെ സ്ഥാനാർത്ഥി CPIയിലെ VS സുനിൽകുമാറാണ്. UDFന്റെ സ്ഥാനാർത്ഥി K മുരളീധരൻ, BJPയുടെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി. LDFന്റെ സ്ഥാനാർത്ഥി VS സുനിൽകുമാർ മുൻ കേരള നിയമസഭയിലെ മന്ത്രി കൂടിയാണ്. CPIയുടെ ഒരു പ്രമുഖ വ്യക്തിത്വമാണ്. K മുരളീധരൻ നിലവിൽ വടകരയിൽ നിന്നുള്ള പാർലമെന്റ് മെമ്പറാണ്. ഇപ്പോൾ ചില രാഷ്ട്രീയ സാഹചര്യ അടിസ്ഥാനത്തിൽ വീണ്ടും തൃശൂരിൽ വന്ന് മത്സരിക്കുകയാണ്. മുൻ KPCCയുടെ പ്രസിഡന്റ് കൂടിയാണ് K മുരളീധരൻ. സുരേഷ് ഗോപി മുൻ രാജ്യസഭാ അംഗമാണ്. സിനിമാ നടൻ കൂടിയായിട്ടുള്ള സുരേഷ് ഗോപിയാണ് തൃശൂരിൽ BJPയുടെ സ്ഥാനാർത്ഥി. BJP ഏറെ പ്രതീക്ഷ പുലർത്തുന്ന ഒരു പാർലമെന്റ് മണ്ഡലം കൂടിയാണ് തൃശൂര്. ചാലക്കുടിയിൽ LDFന്റെ സ്ഥാനാർത്ഥി CPMലെ C രവീന്ദ്രനാഥ്, UDFന്റെ സ്ഥാനാർത്ഥി കോൺഗ്രസിലെ ബെന്നി ബെഹന്നാൻ. LDFന്റെ സ്ഥാനാർത്ഥി C രവീന്ദ്രനാഥ് മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കൂടിയാണ്. ബെന്നി ബെഹന്നാൻ നിലവിൽ ചാലക്കുടി പാർലമെന്റ് മണ്ഡലത്തിലെ പാർലമെന്റ് മെമ്പറാണ്. ബെന്നി ബെഹന്നാൻ കേരളത്തിലെ കോൺഗ്രസിന്റെ ഏറ്റവും തലമുതിർന്ന നേതാവാണ് ബെന്നി ബെഹന്നാൻ. എറണാകുളത്ത് LDFന്റെ സ്ഥാനാർത്ഥി KJ ഷൈൻ, CPMലെ KJ ഷൈനാണ്. UDFന്റെ സ്ഥാനാർത്ഥി ഹൈബി ഈഡൻ. KJ ഷൈൻ മുൻ പരവൂർ മുനിസിപ്പാലിറ്റി അംഗമാണ്. അതേപോലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ അധ്യാപക സംഘടനയുടെ നേതാവാണ്. ഹൈബി ഈഡൻ എറണാകുളത്തിന്റെ പാർലമെന്റ് മെമ്പറാണ്. ഹൈബി ഈഡൻ മുൻ KSUവിന്റെ സംസ്ഥാന നേതാവ്, യൂത്ത് കോൺഗ്രസ് നേതാവ് എന്ന നിലയിലുള്ള പ്രവർത്തിച്ച വ്യക്തിത്വമാണ്. ഇടുക്കിയിൽ CPMന്റെ സ്ഥാനാർത്ഥി LDFന്റെ സ്ഥാനാർത്ഥി CPMലെ ജോയ്സ് ജോർജ്, UDFന്റെ സ്ഥാനാർത്ഥി കോൺഗ്രസിലെ ഡീൻ കുര്യാക്കോസ്. ജോയ്സ് ജോർജ് LDFന്റെ സ്ഥാനാർത്ഥി മുൻ ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ നേതാവ് കൂടിയാണ്. മുൻ ഇടുക്കിയുടെ പാർലമെന്റ് അംഗമാണ്. ഡീൻ കുര്യാക്കോസ് നിലവിൽ ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിന്റെ പാർലമെന്റ് അംഗമാണ്. ഡീൻ കുര്യാക്കോസ് മുൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായിട്ടുള്ള വ്യക്തിയാണ് ഡീൻ കുര്യാക്കോസ്. കോട്ടയം ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ നേതാവ് തോമസ് ചായിക്കാടനാണ്. UDFന്റെ സ്ഥാനാർത്ഥി കേരള കോൺഗ്രസ് ജോയിലെ ഫ്രാൻസിസ് ജോർജാണ്. തോമസ് ചായിക്കാടൻ നിലവിൽ കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിന്റെ അംഗമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പക്ഷേ UDFന്റെ പാനലിലാണ് അദ്ദേഹം വിജയിച്ചത്. പിന്നീട് LDFിലേക്ക് അവരെ പാർട്ടി മാറിയതനുസരിച്ചാണ് അവർ ഇപ്പോൾ LDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. ഫ്രാൻസിസ് ജോർജാണ് അവിടെ UDFന്റെ സ്ഥാനാർത്ഥി. കേരള കോൺഗ്രസ് ജെയുടെ നേതാവാണ്. മുൻ പാർലമെന്റ് മെമ്പർ കൂടിയാണ് ഫ്രാൻസിസ് ജോർജ്. ആലപ്പുഴയിൽ LDFന്റെ സ്ഥാനാർത്ഥി CPMലെ AM ആരിഫാണ്. കോൺഗ്രസിലെ സ്ഥാനാർത്ഥി KC വേണുഗോപാലാണ്. BJPയുടെ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ. AM ആരിഫ് നിലവിൽ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിന്റെ MP ആണ്. മാത്രമല്ല കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ കേരളത്തിൽ 19 സീറ്റിൽ UDF ജയിച്ചപ്പോഴും ഒരു LDFന് സീറ്റ് ലഭിച്ചത് ആലപ്പുഴയിൽ നിന്നാണ്. മുൻ നിയമസഭാ സാമാജികൻ കൂടിയാണ്. അവിടെ UDFന്റെ സ്ഥാനാർത്ഥി KC വേണുഗോപാലാണ്. KC വേണുഗോപാൽ AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്. കേരള നിയമസഭയിലെ മുൻ മന്ത്രി കൂടിയാണ്. അതേപോലെ ആലപ്പുഴയിൽ നിന്നുള്ള മുൻ പാർലമെന്റ് അംഗം കൂടിയാണ് KC വേണുഗോപാൽ. ഒരുപക്ഷെ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ നല്ലൊരു മന്ത്രിസ്ഥാനം ലഭിക്കാൻ സാധ്യതയുള്ള വ്യക്തിത്വം കൂടിയാണ് KC വേണുഗോപാൽ. അവിടെ BJPയുടെ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനാണ്. ശോഭാ സുരേന്ദ്രൻ BJPയുടെ ഒരു തീപ്പൊരി പ്രാസംഗിക കൂടിയാണ്. അവർ എവിടെ നിന്ന് മത്സരിച്ചു അവിടെ എല്ലാം BJPയുടെ വോട്ട് വിഹിതം കൂട്ടാൻ അവർക്ക് കഴിഞ്ഞു എന്ന പ്രത്യേകത കൂടിയുള്ള നേതാവാണ് ശോഭാ സുരേന്ദ്രൻ. മാവേലിക്കര ഒരു സംവരണ മണ്ഡലമാണ്. അവിടെ LDFന്റെ സ്ഥാനാർത്ഥി CPIയിലെ CA അരുൺകുമാറാണ്. അവിടെ UDFന്റെ സ്ഥാനാർത്ഥി കോൺഗ്രസിലെ കൊടിക്കുന്നിൽ സുരേഷാണ്. CPIയുടെ സ്ഥാനാർത്ഥി LDFന്റെ സ്ഥാനാർത്ഥി C അരുൺകുമാർ CPIയുടെ യുവജന വിഭാഗമായ AIYFന്റെ സംസ്ഥാന നേതാവാണ്. കൊടിക്കുന്നിൽ സുരേഷ് നിലവിൽ മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിന്റെ MP ആണ്. AICCയുടെ തലമുതിർന്ന നേതാവാണ്. KPCCയുടെ വൈസ് പ്രസിഡന്റ് കൂടിയാണ്. നിരവധി തവണ പാർലമെന്റ് അംഗമായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് കൊടിക്കുന്നിൽ സുരേഷ്. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ LDFന്റെ സ്ഥാനാർത്ഥി CPMലെ തോമസ് ഐസക് ആണ്. UDFന്റെ സ്ഥാനാർത്ഥി കോൺഗ്രസിലെ ആന്റോ ആന്റണി, BJPയുടെ സ്ഥാനാർത്ഥി അനിൽ ആന്റണി എന്നിവരാണ്.
തോമസ് ഐസക് നമ്മുടെ കേരള നിയമസഭയിലെ ഒരു ധനകാര്യ വകുപ്പ് മന്ത്രി കൂടിയായിരുന്നു. പഴയ ധനകാര്യ വകുപ്പ് മന്ത്രി കൂടിയാണ്. സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദമുള്ള ആളാണ്. അവിടെ UDFന്റെ സ്ഥാനാർത്ഥി കോൺഗ്രസിലെ ആന്റോ ആന്റണിയാണ്. നിലവിൽ പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിന്റെ MP കൂടിയാണ്. AICCയുടെ ഏറ്റവും മുതിർന്ന നേതാവാണ്. അവിടെ BJPയുടെ സ്ഥാനാർത്ഥി അനിൽ ആന്റണിയാണ്. കോൺഗ്രസിന്റെ തലമുതിർന്ന നേതാവ് AK ആന്റണിയുടെ പുത്രനാണ്. ഈ അടുത്ത സമയത്ത് കോൺഗ്രസ് വിട്ട് BJPയിൽ ചേർന്ന വ്യക്തിത്വം. കൊല്ലത്ത് LDFന്റെ സ്ഥാനാർത്ഥി CPMലെ M മുകേഷാണ്. മുകേഷ് നിലവിൽ കൊല്ലം നിയോജക മണ്ഡലത്തിലെ MLA കൂടിയാണ്. അവിടെ UDFന്റെ സ്ഥാനാർത്ഥി RSPയിലെ NK പ്രേമചന്ദ്രനാണ്. ഇന്ത്യൻ പാർലമെന്റിലെ ഏറ്റവും മികച്ച പാർലമെന്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന NK പ്രേമചന്ദ്രൻ. അദ്ദേഹം നിരവധി തവണ കൊല്ലം പാർലമെന്റിൽ നിന്ന് വിജയിച്ചു പോയിട്ടുണ്ട്. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ LDFന്റെ സ്ഥാനാർത്ഥി CPMലെ VS ജോയിയാണ്. അവിടെ UDFന്റെ സ്ഥാനാർത്ഥി കോൺഗ്രസിലെ അടൂർ പ്രകാശാണ്. BJPയുടെ സ്ഥാനാർത്ഥി കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള V മുരളീധരനാണ്. LDFന്റെ സ്ഥാനാർത്ഥി V ജോയി നിലവിൽ CPMന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയാണ്. അതേപോലെ വർക്കല നിയോജക മണ്ഡലത്തിലെ MLA കൂടിയാണ്. അടൂർ പ്രകാശ് AICCയുടെ മുതിർന്ന നേതാവാണ്. നിലവിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിന്റെ MP ആണ്. അതേപോലെ മുൻ മന്ത്രി കൂടിയായിട്ടുള്ള വ്യക്തിത്വമാണ് അടൂർ പ്രകാശ്. അവിടെ BJPയുടെ സ്ഥാനാർത്ഥി V മുരളീധരനാണ്. കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള V മുരളീധരനാണ് അവിടെ BJPയുടെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത്. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഒരു പാർലമെന്റ് മണ്ഡലമാണ് ആറ്റിങ്ങല്. തിരുവനന്തപുരത്ത് LDFന്റെ സ്ഥാനാർത്ഥി CPIയിലെ പന്ന്യൻ രവീന്ദ്രനാണ്. UDFന്റെ സ്ഥാനാർത്ഥി കോൺഗ്രസിലെ ശശി തരൂര്. BJPയുടെ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ. LDFന്റെ സ്ഥാനാർത്ഥി CPIയിലെ അസിസ്റ്റന്റ് സെക്രട്ടറി ആയിട്ടിരിക്കുന്ന മുൻ നിയമസഭാ സാമാജികനും മുൻ തിരുവനന്തപുരത്ത് നിന്നുള്ള പാർലമെന്റ് മെമ്പർ കൂടിയായിട്ടുള്ള പന്ന്യൻ രവീന്ദ്രനാണ് അവിടെ LDFന്റെ സ്ഥാനാർത്ഥി. UDFന്റെ സ്ഥാനാർത്ഥി ഡോക്ടർ ശശി തരൂർ നിലവിൽ തിരുവനന്തപുരം പാർലമെന്റ് മെമ്പറാണ്. AICCയുടെ തലമുതിർന്ന നേതാവാണ്. ദേശീയ വക്താവ് കൂടിയാണ്. ഒരുപക്ഷെ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ നല്ലൊരു സ്ഥാനം ലഭിക്കാൻ സാധ്യതയുള്ള വ്യക്തിത്വം കൂടിയാണ് ശശി തരൂർ. അവിടെ BJPയുടെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖരനാണ്. നിലവിൽ അദ്ദേഹം കേന്ദ്ര സഹമന്ത്രിയാണ്, IT സഹമന്ത്രിയാണ്. അദ്ദേഹം ഒരു വ്യവസായിയായിരുന്നു. പിന്നീട് സജീവമായ രാഷ്ട്രീയത്തിൽ വരികയും ഇപ്പോൾ കേന്ദ്രമന്ത്രിയാകുകയും ചെയ്ത വ്യക്തിത്വമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളുടെയും സ്ഥാനാർത്ഥികളുടെ പൂർണ്ണമായ വിവരങ്ങൾ.